Praise the Lord. Hallelujah. Jesus. Hallelujah. Glory to God. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. 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 യേശുവേ അങ്ങേക്ക് സ്തോത്രമപ്പ സ്തോത്രമപ്പ സ്തോത്രമപ്പ. ഗ്ലോറി ടു ഗോഡ് ജീസസ്. ആമേൻ. യേശുവിൻ്റെ രക്തത്താഴ്ചയും യേശുവിൻ്റെ രക്തത്താഴ്ചയും. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താഴ്ചയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. കർത്താവേ അങ്ങേക്ക് സ്തോത്രമപ്പ 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 സ്തോത്രമപ്പ. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, റോസ് ഫാമിലിയുടെ FB പേജിൽ കഴിഞ്ഞ 9-ാം തീയതി മുതൽ നടന്നു വരുന്ന പ്രത്യേക ഈ മീറ്റിങ്ങിലേക്ക് വീണ്ടും അടിയനൊരു സന്ദർഭം കൂടെ ദൈവമായി കർത്താവ് ഒരുക്കി തന്നു. ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കർത്താവ് ഒരുക്കി തന്ന നല്ല സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിന്റെ വരവ് അല്പം ഒന്ന് താമസിച്ചത് കൊണ്ട് ഇപ്രകാരം ഒരു നല്ല സന്ദർഭം ദൈവം നമുക്ക് ഒരുക്കി തന്നുവല്ലോ. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ കർത്താവ് രാജാതി രാജാവുമായിരിക്കുന്ന യേശു മശിഹായുടെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ലോക സംഭവങ്ങളൊക്കെയും വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയരെ, ഹല്ലേലൂയ. ദൈവമക്കളായിരിക്കുന്ന നാം ആ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നാം ചെയ്യണം. നമ്മുടെ അരുമനാഥന്റെ വരവിങ്കൽ എടുത്തുകൊള്ളപ്പെടുവാൻ തക്കവണ്ണം നാം ഓരോരുത്തരും യോഗ്യതയുള്ളവരായി തീരേണ്ടതിനായി പരിശുദ്ധത്തോടുകൂടെ ഈ നാളുകളായി ദൈവത്തിന്റെ സന്നിധിയിൽ കാണപ്പെടുവാൻ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ ഓർത്തു പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു പഴയൊരു മലയാളം സോങ് ഒന്ന് പാടി ദൈവത്തെ നമുക്ക് ആരാധിക്കാം, ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ശേഷമായി നമുക്ക് വചന ധ്യാനത്തിലേക്ക് കടക്കാം. സ്വർഗത്തിലെ വലിയനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥനയോടുകൂടി നിങ്ങളായിരിക്കുക. പ്രിയമുള്ള ദൈവങ്ങളെ, കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആണ്ടവരൻ രക്ഷകരമാകി യേശു கிறிஸ்துவின் இணையற்ற நாமத்தில் அன்பின் வாழ்த்துதலை தெரிவித்துக் கொள்கிறேன். கர்த்தருக்குள் பிரியமானவர்களே, நம் ஆண்டவராகிய இயேசு சீக்கிரமாக வரப்போகிறார். அவருடைய வருகைக்காக நீங்களும் நானும் ஆயத்தமாய் இருக்க வேண்டியது மிக மிக அவசியமாக இருக்கிறது. ஏனென்றால் நாம் கைவிடப்பட்டு போகும், தள்ளப்பட்டு போகாதபடி தேவனாகிய கர்த்தர் தாமே நம்மை கண்மணி போல பாதுகாக்கும்படியாக அவருடைய சமூகத்தில் நம்மை அர்ப்பணிக்கலாமா? பிரைஸ் தி லார்ட். 2-3 பேர் எங்கிருந்தாலும் அவர் மத்திய நான் உண்டு என்று ஆண்டவர் சொன்னார் அல்லவா? நிச்சயமாகவே அவர் நம்மோடு கூட இருக்கிறார். பிரியமானவர்களே, விசுவாசத்தோடு கூட தேவனை தொழுது கொள்ளுங்கள், அவருடைய சமூகத்தில் வாருங்கள். ஒன்று சேர்ந்த தேவனை நாம் மகிமைப்படுத்துவோம். கர்த்தர் நம்ம மத்தியே வாசம் பண்ணி கொண்டிருக்கிறார். பிரைஸ் தி லார்ட். ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, ഇപ്പോൾ നാം എടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് കർത്താവിന്റെ 2-ാം വരവിനെ കുറിച്ചാണ്. എന്നാൽ ഇന്ന് ഞാൻ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ടോപ്പിക്ക് തന്നെ ഈ പരമ്പരയിൽ ഞാൻ 3 പ്രാവശ്യം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആകയാൽ ദൈവമക്കളായിരിക്കുന്ന നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ ഇന്ന് കർത്താവിന്റെ വരവിനെ കുറിക്കുന്ന ഒരു ടോപ്പിക്കിലൂടെ ഞാൻ കടന്നു പോകാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ഡീപ്പായി ഞാൻ പോവുകയില്ല എന്നത് ഞാൻ അറിയിക്കുകയാണ്. കാരണം ഇതിനു മുൻപായി 3 മെസ്സേജ് ഞാൻ ചെയ്തിട്ടുണ്ട്. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ കർത്താവിൽ പ്രിയരെ, കർത്താവിന്റെ വരവ് സമീപമായിരിക്കുന്ന ഈ നാളുകളിൽ ഹല്ലേലൂയ, കർത്താവിന്റെ വരവിനെ കുറിക്കുന്ന ഒരു ഗാനത്തിന്റെ ചില അടികൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്വർഗത്തിലെ വലിയനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാലത്തികവിങ്കിൽ വാനമേഘത്തിൽ വാനദൂതർ മധ്യത്തിൽ നീ വന്നിടും നേരം. കാലത്തികവിങ്കിൽ വാനമേഘത്തിൽ വാനദൂതർ മധ്യത്തിൽ നീ വന്നിടും നേരം. യേശുവിൻ കാന്തയാ സഭയെ തീർത്തിടും സന്തോഷത്തോടെ പ്രിയനോട് കൂടെ വാഴുമേ. യേശുവിൻ കാന്തയാ സഭയെ തീർത്തിടും സന്തോഷത്തോടെ
എൻ്റെ പ്രിയനോട് കൂടെ വാഴുമേ. എൻ്റെ പ്രിയനേ, എൻ്റെ യേശുവേ, നിൻ വരവിനായി ഞാനും കാത്തിരിക്കുന്നു. എൻ്റെ പ്രിയനേ, എൻ്റെ യേശുവേ, നിൻ വരവിനായി ഞാനും കാത്തിരിക്കുന്നു. പ്രത്യാശയോടിനാ കാത്തിരിക്കുന്നു. കർത്താവിനായി എന്റെയുള്ളം കാത്തിരിക്കുന്നു. കർത്താവിനായി എന്റെയുള്ളം കാത്തിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവജനം എന്നോട് ചേർന്ന് നിങ്ങൾക്കും പാടി ദൈവത്തെ മഹത്വപ്പെടുത്താമല്ലോ. എന്നോട് ചേർന്ന് നിങ്ങൾ പാടിയാട്ടെ. നിങ്ങളും ആയിരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ നല്ല നാളുകൾക്ക് ഞാനെന്നും ശുദ്ധിവൃത്തി കൃത്യമായി കാത്തിരിക്കുന്നു. ആ നല്ല നാളുകൾക്ക് ഞാനെന്നും ശുദ്ധിവൃത്തി കൃത്യമായി കാത്തിരിക്കുന്നു. എന്റെ പ്രിയനെ കാണുവാൻ മാർവിൽ ചാരുവാൻ, എന്റെ പ്രിയനെ കാണുവാൻ മാർവിൽ ചാരുവാൻ ആർത്തിയോടെ എന്റെയുള്ളം കാത്തിരിക്കുന്നു. ആമേൻ, ആർത്തിയോടെ എന്റെയുള്ളം കാത്തിരിക്കുന്നു. എന്റെ പ്രിയനേ, എന്റെ യേശുവേ, നിൻ വരവിനായി ഞാനും കാത്തിരിക്കുന്നു. എന്റെ പ്രിയനേ, എന്റെ യേശുവേ, നിൻ വരവിനായി ഞാനും കാത്തിരിക്കുന്നു. പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. കർത്താവിനായി എന്റെയുള്ളം കാത്തിരിക്കുന്നു. പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. കർത്താവിനായി എന്റെയുള്ളം കാത്തിരിക്കുന്നു. എന്റെ പ്രിയനേ, എന്റെ യേശുവേ, നിൻ വരവിനായി ഞാനും കാത്തിരിക്കുന്നു. എന്റെ പ്രിയനേ, എന്റെ യേശുവേ, നിൻ വരവിനായി ഞാനും കാത്തിരിക്കുന്നു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, ഈ വൈകിവേളയിൽ അപ്പാ തിരുവചനവുമായി അടിയൻ കടന്നു വരുന്നു. സ്വർഗം അങ്ങയുടെ സിംഹാസനവും ഭൂമി അങ്ങയുടെ പാദയുടെ അരിക്കൽ വാഴ്ത്തി സ്തുതിക്കുന്ന അപ്പ, അങ്ങയുടെ വരവിന്റെ ലക്ഷണങ്ങൾ ലോകമെമ്പാടും കർത്താവെ കണ്ടും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കളായിരിക്കുന്നവർ കർത്താവെ ഉണർന്നിരുന്ന ഓരോ നിമിഷവും അങ്ങയുടെ വരവിനായി കാത്തിരിക്കുന്നവരായി, പ്രത്യാശയുള്ളവരായി, ഉണർന്നിരുന്ന പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ എന്റെ ദൈവം ഹല്ലേലൂയ എല്ലാവരെയും സഹായിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അൽഫയും ഒമേഗയുമായവൻ, ആദ്യനും അന്ത്യനും ഒന്നാമത്തവനും ഒടുക്കത്തവനുമായ സർവ്വ വല്ലഭനായ കർത്താവിന്റെ ഒരു വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ എന്റെ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ അടിയങ്ങൾ എല്ലാവരെയും നിറച്ചാട്ട് കർത്താവ്. വചനം സംസാരിക്കുവാൻ അടിയനെ ബലപ്പെടുത്തണമേ അപ്പ. വചനം കേൾക്കുവാൻ കർത്താവിനേകരെ കർത്താവ് ഹല്ലേലൂയ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന് മുൻപിൽ താണിരിക്കുന്നവർക്കായി സ്തോത്രം, കേൾക്കുവാനുള്ളവർക്കായി സ്തോത്രം, കേട്ടുകൊണ്ടിരിക്കുന്നവർക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് അവിടുത്തെ രക്തത്താൽ കഴുകി മുദ്രയിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും ഞങ്ങൾക്കായി ജീവന് വെടിഞ്ഞ അരുമരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനമേ, ഇന്ന് ഞാൻ നിങ്ങളോട് അല്പനിമിഷമായി സംസാരിക്കാൻ പോകുന്ന വിഷയം ബുദ്ധിയില്ലാത്ത ഉറങ്ങുന്ന വിശ്വാസികളെ കുറിച്ചാണ്. ബുദ്ധിയില്ലാത്ത ഉറങ്ങുന്ന വിശ്വാസികളെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവജനം, നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളെ നമുക്കിവിടെ വായിക്കാം. അതിന്റെ ശേഷം മറ്റേ കന്യകമാരും വന്നു, കർത്താവേ, കർത്താവേ, ഞങ്ങൾക്കും തുറക്കണമേ. അതിന് അവൻ,
ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ശേഷം മറ്റേ കന്യകമാരും വന്നു, കർത്താവേ കർത്താവേ ഞങ്ങൾക്കും തുറക്കണമേ. അതിന് അവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, എങ്കിലും നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. പ്രിയമുള്ള ദൈവമക്കളെ, ഈ വായിച്ച വേദഭാഗത്തിൽ നിന്നും നാം പല ആവർത്തികൾ കേട്ടിട്ടുള്ള വചനമാണ്. ആകയാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ചില കാര്യങ്ങൾ ആ വചനത്തിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ, ദൈവജനം കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്നവരായി തീരണം, പ്രത്യാശയുള്ളവരായി മാറണമേ എന്ന് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, ഇവിടെ 10 കന്യകമാരെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. എന്താണ് ഈ 10 കന്യകമാരുടെ സവിശേഷത? നാം ചിന്തിക്കുമ്പോൾ അവർ ഒരുമിച്ച് പാടി, ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ഒരുമിച്ച് കിടന്നുറങ്ങി. പക്ഷേ ദൈവം അവരെ കണ്ടത് രണ്ടായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്ങനെയാണ് കർത്താവ് അവരെ കണ്ടതെന്നറിയാമോ? ബുദ്ധി ഉള്ളവരെന്നും ബുദ്ധി ഇല്ലാത്തവരെന്നുമാണ് കർത്താവ് അവരെ കുറിച്ച്, ഹല്ലേലൂയ, കർത്താവ് അവരെ കണ്ടത്. ഹല്ലേലൂയ. ദൈവ പൈതലെ, ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തരംതിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, യജമാനന്റെ താലന്തുകളെ വ്യാപാരം ചെയ്ത ദാസനെ എങ്ങനെയാ വിളിച്ചതറിയാമോ? പ്രൈസ് ദി ലോർഡ്. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നാണ് വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. അവിടെ കാണുവാൻ കഴിയുന്നത് മടിയനായ ആലസനായ ആ ദാസനെ എന്താണ് വിളിച്ചതെന്നറിയാമോ? ദുഷ്ടനും മടിയനുമായ ദാസനെ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, മലാക്കി പ്രവചനം 3-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളെ നമുക്കിവിടെ വായിക്കാം. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, നമ്മുടെ ഈ ഓട്ടവും അധ്വാനവും ഒക്കെ എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരു കിരീടം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ആ കിരീടത്തിന്റെ ഓഹരിക്കാരായി തീരുവാൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നാം അതിനു വേണ്ടിയാണ് ദൈവമക്കളെ ഈ പ്രയത്നിക്കുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ നമ്മുടെ ഓട്ടം അധ്വാനമൊന്നും വൃഥാവായി പോകരുത് എന്ന് ഞാൻ ഈ സമയം ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള ദൈവമക്കളെ, ഓട്ടത്തിൽ പരാജയപ്പെട്ട 5 കന്യകമാർ പലപ്പോഴും ദൈവത്തെ അവർ കണ്ടിരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? വെറും നിസാരമായിട്ടാ. ഇന്ന് അനേകരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? 2000 വർഷത്തോളമായി കർത്താവ് വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നതല്ലാതെ എന്തിയേ എന്ന് ചോദിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുൻപിലാണ് നിങ്ങളും ഞാനും ആയിരിക്കുന്നത്. എന്നാൽ ഇവിടെ 10 കന്യകമാർ ഒരുമിച്ച് കിടന്നിറങ്ങി. പക്ഷേ 5 പേർക്ക് മാത്രമേ ആ തീഷ്ണത ഉണ്ടായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ മണവാളനെ വരവേൽക്കണമെന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടായിരുന്നുള്ളൂ. ഇവർക്കും ഉണ്ട്. പക്ഷേ അവർ എന്താ ചെയ്തെന്നുള്ളത് നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കാം. അവരുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ദൈവജനമേ, അവർ ഒരു നിസ്സാരമായിട്ടാണ് കണ്ടത് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് വരാറായി. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ഈ പകൽക്കാലം ഈ വൈകിയവേളയിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ഓട്ടം സ്ഥിരതയുള്ള ഓട്ടമാണോ? പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, നിങ്ങൾ ഓടുന്നത്, അതെ പ്രിയപ്പെട്ടവരെ, അത് സ്ഥിരതയോടുകൂടിയാണോ എന്നത് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. 1 തെസ്സലോനി 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ അറിയുന്നവല്ലോ. പ്രൈസ് ദി ലോർഡ്. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ അറിയുന്നവല്ലോ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ആകയാൽ ആ വാക്യം ഇവിടെ നിൽക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം 5 കന്യകമാരുടെ ജീവിതത്തിൽ ഉണ്ടായ പരാജയത്തെ കുറിച്ചാണ്. അതാണ് നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു കാര്യം ഓർത്തുകൊള്ളണം. എന്താണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ഇവർക്കുണ്ടായ പരാജയം എന്താണ് എന്ന് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ആത്മീക ജീവിതവുമായി നാം ഒന്ന് കമ്പയർ ചെയ്ത് നാം ചിന്തിക്കണമേ എന്ന് ഞാൻ ഇന്ന് പകൽക്കാലം ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, നമുക്കേ കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്നവരാണ്. ഹല്ലേലൂയ. വിശ്വസ്തയോടെ
വിളക്കോടുകൂടെ നാം കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നു എന്ന് നാം ചിന്തിക്കുന്നുണ്ടോ? പ്രിയരെ, എന്റെ കർത്താവും രാജാതി രാജാവുമായിരിക്കുന്ന യേശു മശിഹ വരാൻ പോകുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആകയാൽ ദൈവജനം ഹല്ലേലൂയ ഒരു കാര്യം ഓർത്തുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. നാം നമ്മുടെ ആത്മീക ജീവിതത്തെ എങ്ങനെ മുമ്പോട്ട് നാം കൊണ്ടുപോകുന്നു എന്നതിനെ കുറിച്ച് നാം വളരെയധികം ചിന്തിക്കണം ദൈവജനമേ. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നിങ്ങളും ഞാനും വന്നെത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദപുസ്തകം കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. സ്നേഹിത, കൈവിടപ്പെട്ടു പോകരുതേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ പരാജയപ്പെട്ട 5 കന്യകമാരുടെ ചരിത്രത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ എന്താണ് അവർക്ക് സംഭവിച്ചത്? ഒന്നാമതായിട്ട് നമുക്ക് ചിന്തിക്കുവാനുള്ളത്, ഹല്ലേലൂയ, അവർക്ക് ബുദ്ധിയില്ലായിരുന്നു. ബുദ്ധിയില്ലായ്മയിൽ സംഭവിച്ച അവരുടെ പരാജയമാണ്. എന്താണ് അവരുടെ ബുദ്ധിയില്ലായ്മ? പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 32:9 വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതയെയും പോലെ ആകരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ദൈവീക പ്രമാണങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. ഇവിടെ സംഭവിച്ചതും ഇവർക്ക് ബുദ്ധിയില്ലായ്മയിൽ സംഭവിച്ച ഒരു പരാജയമാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 26-27 വാക്യങ്ങളെ വായിക്കുമ്പോൾ, എന്റെ ഈ വചനങ്ങൾ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിൽ മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, മണലിൽ മേൽ വീട് പണിത മനുഷ്യൻ എന്താ സംഭവിച്ചത്? അവന്റെ അടിസ്ഥാനം നാം ശ്രദ്ധിക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ. എന്ത് സംഭവിച്ചെന്നറിയാമോ? അവൻ വലിയൊരു വീടൊക്കെ ഉണ്ടാക്കി. അതായത് മണലിൽ മേലാണ് അവന്റെ അടിസ്ഥാനം നിൽക്കുന്നത്. എന്നാൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അതിന്റെ വീഴ്ച വലുതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ബുദ്ധി ഇല്ലാത്തവൻ മണലിന്മേൽ വീട് വെച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നാൽ ബുദ്ധിയുള്ളവനോ അവൻ പാറമേൽ അടിസ്ഥാനമിട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാറമേൽ വീട് വെച്ചവൻ അവന്റെ അടിസ്ഥാനം ഉറപ്പുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, പാറയായ ക്രിസ്തുവിൽ അടിസ്ഥാനം ഇട്ട ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരുവൻ, ഹല്ലേലൂയ, എന്നേക്കും അവൻ ഉറപ്പുള്ളവനായി മാറും. പ്രൈസ് ദി ലോർഡ്. അവൻ കുലുങ്ങുകയില്ല. കുലുങ്ങാത്തവനും സ്ഥിരതയുള്ളവനുമായിരിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഉറപ്പുള്ള വിശ്വാസത്തിൽ പണിയുന്ന വിശ്വാസ ജീവിതം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അത് വിജയകരമായിരിക്കും എന്നതിനെ കുറിച്ച് നാം മനസ്സിലാക്കിക്കൊള്ളണം. സദൃശവാക്യം 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഹല്ലേലൂയ, ഇവിടെ ഈ 5 കന്യകമാരുടെ ജീവിതത്തിൽ അവരുടെ പരാജയത്തിന്റെ ആദ്യത്തെ പടി അവരുടെ ബുദ്ധിയില്ലായ്മ ആയിരുന്നു എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട്, ഹല്ലേലൂയ, ദൈവജനമേ, എണ്ണ എടുക്കുവാൻ അവർ മറന്നുപോയി. അവർ വിളക്കെടുത്തു, എല്ലാം ചെയ്തു, എല്ലാം അവർ ക്രമീകരിച്ചു. പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർ വിളക്ക് എടുത്തെങ്കിലും എണ്ണ എടുക്കുവാൻ അവർ മറന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളെ വായിക്കുമ്പോൾ, ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണയെടുത്തില്ല. പ്രൈസ് ദി ലോർഡ്. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ എണ്ണയും എടുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഇവർ വിളക്കെടുത്തു. പക്ഷേ ഹല്ലേലൂയ, പ്രിയരെ, എന്താ സംഭവിച്ചത്? അവർ എണ്ണയെടുക്കുവാനായി മറന്നുപോയി. പ്രിയ ദൈവജനമേ, എണ്ണ പരിശുദ്ധാത്മാവിനെയാണ് കുറിക്കുന്നത്, നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. വിളക്കെടുത്താൽ മാത്രം പോരാ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 10 കന്യകമാർ ഒരേ അനുഗ്രഹത്തിലാണ് പ്രിയപ്പെട്ടവരെ ഇവർ വളർന്നത്. ഹല്ലേലൂയ. പക്ഷേ ഇവർ വിളക്കെടുത്തു, ബുദ്ധിയില്ലായ്മയിൽ എണ്ണയെടുക്കാതെ പോയി എന്നുള്ള ഒരു വലിയ കുറ്റമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് അവരുടെ ജീവിതം പരാജയത്തിലെത്തിയെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഒരു പക്ഷേ അവർ ചിന്തിച്ചിരിക്കാം, പിന്നീടാകാം, വിളക്കെടുത്തിട്ടുണ്ടല്ലോ, പിന്നെ പോയി എണ്ണയൊക്കെ വാങ്ങാം, അല്ലെങ്കിൽ എണ്ണ എടുക്കാമെന്ന് അവർ വിചാരിച്ച് കാണും. സഹോദരങ്ങളെ, ആത്മീക ജീവിതത്തിൽ പിന്നീട്
പിന്നീടാകട്ടെ എന്ന് ചിന്തിച്ചാൽ അത് വലിയ പരാജയത്തിലേക്ക് ആയിരിക്കും അവളെ നമ്മെ കൊണ്ട് എത്തിക്കുക എന്നത് നാം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, പലരും ഇന്ന് അങ്ങനെയാ. ആത്മീക ഗോളത്തിൽ ഒന്ന് പ്രസംഗിക്കാൻ പറഞ്ഞാൽ അവർ പല തവണകൾ പറയും. അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാരണമുണ്ട്, എനിക്ക് ആ കാരണമുണ്ട്, ഈ കാരണമുണ്ട്, അങ്ങനെ പറഞ്ഞ് പല കാരണങ്ങൾ പറഞ്ഞ് തടസ്സങ്ങളിലൂടെ അവർ മുമ്പോട്ട് പോകും. പക്ഷേ സഹോദരങ്ങളെ, ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം തടസ്സം പറയുന്നുവോ, നിശ്ചയമായും നമ്മുടെ ജീവിതം അത് തടസ്സത്തിൽ തന്നെയായിരിക്കും. നമുക്കൊരു മുന്നേറ്റം ഉണ്ടാവുകയില്ല. ആത്മീക ജീവിതത്തിൽ നാം തകർന്നു പോകും, നാം താളടിയായി പോകും. നമുക്കൊരു സ്റ്റെപ്പ് കൂടെ മുമ്പോട്ട് വെക്കുവാൻ കഴിയാത്ത തരത്തിൽ പിശാചാണവൻ നിന്നെ പിടിച്ചമർത്തി വെച്ചിരിക്കുക. അങ്ങനെ തന്നെ ഞാൻ പറയട്ടെ, പ്രൈസ് ദി ലോർഡ്. നിനക്ക് എന്നും ഓരോ കാരണങ്ങൾ പറയുവാനുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാൻ പറഞ്ഞാൽ തടസ്സം, പ്രസംഗിക്കുവാൻ പറഞ്ഞാൽ തടസ്സം, സാക്ഷി പറയുവാൻ പറഞ്ഞാൽ തടസ്സം, ഹല്ലേലൂയ. ഒരു പാട്ട് പാടുവാൻ പറഞ്ഞാൽ എനിക്ക് ശബ്ദമില്ല കേട്ടോ, എന്റെ ശബ്ദമില്ല, എന്റെ ദൈവമേ ആരെങ്കിലും കേട്ടാൽ എന്ത് പറയും എന്നൊക്കെയുള്ള ചിന്താഗതികളാ ഇന്ന്. അങ്ങനെയാണ് മനുഷ്യൻ ആത്മീക ജീവിതത്തിൽ അവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നു? അധപതനമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിനക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാതെ പോകുന്നു സഹോദരങ്ങളെ. ആകയാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, നമ്മുടെ ആത്മീക ജീവിതത്തിൽ തടസ്സങ്ങൾ പറയുവാൻ ഒരുങ്ങരുത്. തടസ്സങ്ങൾ പറഞ്ഞാൽ നിശ്ചയമായും പ്രൈസ് ദി ലോർഡ് നാം എന്നും തവണയുള്ളവരായി മാറും എന്നത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ശേഷം അതായത് നാം ഒരു ദിവസം നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ ആരോഗ്യത്തോട് ബലത്തോടു കൂടി നമ്മൾ ആയിരിക്കുന്ന സമയത്ത് നാം എന്ത് ചെയ്യുന്നറിയാമോ? നമ്മൾ പറയും, എനിക്ക് ഇന്ന് ഈ ആഴ്ച വേണ്ട, അടുത്ത ആഴ്ച, ഈ ആഴ്ച വേണ്ട, അടുത്ത ആഴ്ച എന്ന് പറയും. പക്ഷേ അടുത്ത ആഴ്ച വരുമ്പോ എന്താ സംഭവിക്കുന്ന അറിയാമോ? പിശാചാണവൻ വലിയൊരു തന്ത്രം കൊണ്ട് നിന്റെ മുൻപിൽ അങ്ങിടും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നീ പ്രതീക്ഷിക്കാത്ത ഒരു വലിയ സാഹചര്യത്തെയാണ് നിനക്ക് നീ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സഹോദര, സഹോദരി, എന്റെ കർത്താവിന്റെ കാര്യത്തിൽ ഒരു കുറവും നീ വെക്കരുത് കേട്ടോ. കുറവുകൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അത് നികത്തി മുൻപോട്ട് പോകണമേ എന്ന് ഞാൻ ഉറപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, സഹോദരങ്ങളെ, ആത്മീക ചൈതന്യം നിലനിർത്തുവാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ശക്തി നാം ഓരോരുത്തരും പ്രാപിക്കണമേ എന്നാണ് ഞാൻ ഉറപ്പിക്കുന്നത്. പലരുടെയും വിളക്കില് എണ്ണ ചോരുന്നത് പോലും അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ഞാൻ ചോദിക്കട്ടെ, ആദ്യ നൂറ്റാണ്ടുകളിൽ നീ ഹല്ലേലൂയ യേശുവെ ഏറ്റുകൊണ്ട നാളിലുണ്ടായിരുന്ന നിന്റെ പാട്ടും പ്രാർത്ഥനയും ഒക്കെ എവിടെ പോയി? ഇപ്പോഴും ഉണ്ടോ? നിന്റെ അന്യഭാഷ വരവും പ്രവചന വരവും ഒക്കെ ഇപ്പോഴും ഉണ്ടോ? അതോ തണുത്തുപോയോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എണ്ണ ചോരുന്നത് പോലും അറിയുന്നില്ല. പിന്നീട് ഹല്ലേലൂയ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് പറയേണ്ടതില്ല. പ്രിയ ദൈവജനമേ, ആകയാൽ ഇന്ന് പകൽക്കാലം നമ്മെ ഒന്ന് ശോധന ചെയ്യണം. എന്തുകൊണ്ടാണ് പ്രൈസ് ദി ലോർഡ് നമുക്കിങ്ങനെ നാം അറിയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് ആത്മീക ചൈതന്യം ഇല്ലാതെ പോകുന്നത്? സഹോദരങ്ങളെ, കർത്താവ് വരാറായി, കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഓരോ നിമിഷവും പ്രൈസ് ദി ലോർഡ് എന്റെ ദൈവത്തിന് വേണ്ടി നിങ്ങൾ നിലകൊള്ളുന്നവരായി മാറണം. എന്റെ കർത്താവിന് വേണ്ടി ശോഭിക്കുന്ന ഒരു വ്യക്തിയായി മാറണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആത്മീക ചൈതന്യം നഷ്ടപ്പെട്ടു പോയാൽ എങ്ങനെ കാഹളത്തിന്റെ ശബ്ദം കേൾക്കും? ഞാൻ ചോദിക്കട്ടെ, ഈ 9 ദിവസം 9-ാം തീയതി തുടങ്ങിയ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള മെസ്സേജാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു ഒരു 10-15 ദിവസമൊക്കെ ഭയങ്കര പ്രാഗൽഭ്യമായിരുന്നു. 5 മണിയായാൽ എല്ലാവരും ഓടി വരും മെസ്സേജ് കേൾക്കുവാൻ. പിന്നെ അത് പോകെ തണുത്തു. മതി ഇനി ഇതിനേക്കാൾ കൂടുതൽ ഈ ടോപ്പിക് വേണ്ട എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തണുത്തു പോകുക. എന്റെ ദൈവജനമേ, കർത്താവിന്റെ വരവ് കള്ളൻ വരുന്നത് പോലെ കർത്താവിന്റെ നാൾ വരുമെന്ന് വളരെ വ്യക്തതയോടുകൂടി വിളിച്ചു പറയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താ കള്ളൻ വരുന്നത് പോലെ എന്ന് പറഞ്ഞത്? അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ദൈവജനമേ, കള്ളൻ വരുന്നത് രാത്രിയിൽ നേരമായിരിക്കും. പക്ഷേ എല്ലാ മനുഷ്യരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് പ്രൈസ് ദി ലോർഡ് ദൈവജനമേ ഇവിടെ കള്ളൻ വരുന്നത്. ഹല്ലേലൂയ. മണി അടിച്ചിട്ടൊന്നുമല്ല, കോളിംഗ് ബെൽ അടിച്ചോ അല്ലെ മറ്റുള്ളവരെ അറിയിച്ചിട്ടൊന്നുമല്ല. എന്നാൽ എന്റെ കർത്താവ് വരുന്നതും അതുപോലെ തന്നെയായിരിക്കും. ഇത് സുപ്രസാദ കാലം, ഇത് രക്ഷാ ദിവസം. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? പ്രൈസ് ദി ലോർഡ്. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനമേ,
നാം പാപത്തിലേക്ക് വഴുതി വീഴുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും അവൻ ബോധവാനാകുകയുള്ളൂ എന്നത് ഞാൻ ഈ സമയം ഉറപ്പിക്കുകയാണ്. നമുക്കറിയാം സിംസോൻ. ആരാണ് സിംസോൻ? ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പരിച്ഛേദന ഏറ്റവൻ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അത്രമാത്രം ക്വാളിറ്റി അല്ലെങ്കിൽ അത്രമാത്രം ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാ സിംസോൻ. എന്താണ് സിംസോന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ഹല്ലേലൂയ. ലോകമാകുന്ന ദലീലയുടെ മടിയിൽ താൻ തല വെച്ചുറങ്ങിയപ്പോൾ തനിക്കുണ്ടായിരുന്ന കൃപകൾ നഷ്ടപ്പെട്ടു എന്നത് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ. ആകയാൽ ഇത് അന്ത്യകാലമെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവജനം പ്രാർത്ഥനയിലും വിശുദ്ധിയിലും വേർപാടിലും കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റവും അധികം ശോഭിക്കുന്നവരായി തീരുവാൻ സ്വർഗം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഇവിടുത്തെ 5 കന്യകമാരുടെ പരാജയത്തിന്റെ 3ാമത്തെ കാരണത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പ്രിയരെ, അവർ മയക്കം പിടിച്ചുറങ്ങി എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മയക്കം പിടിച്ചുറങ്ങി. മത്തായിയുടെ സുവിശേഷം 25ന്റെ 5ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: പിന്നെ മണവാളൻ വരുവാൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി. നോക്കണം ദൈവമക്കളെ, പ്രിയരെ, മയക്കം അഥവാ ഉറക്കം എന്നത് ഹല്ലേലൂയ പിന്മാറ്റത്തെയാണ് കുറിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുവരെയിലും പാടി പ്രാർത്ഥിച്ചും ഉപവസിച്ചും ഒക്കെ ഇരുന്ന ദൈവജനം അല്ലേ, കർത്താവിന്റെ വരവിന്റെ സമയമാകുമ്പോൾ ഉറങ്ങുക, മയക്കം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ. നമുക്കറിയാം യോന കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്ന് സുഖമായി കിടന്നുറങ്ങുക. കടലിലും കപ്പലിലും എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാതെ. നോക്കണം, ദൈവദാസൻ കപ്പലിന്റെ അടിത്തട്ടി കിടന്നുറങ്ങിയ. ഇന്നൊക്കെ അനേകരും ആത്മീക രംഗത്ത് അങ്ങനെ തന്നെയാ. ദൈവജനമേ, ഈ ലോകത്തിൽ എന്താണ് നടക്കുന്നത്? കർത്താവിന്റെ വരവിന്റെ ലക്ഷണം എന്താണ്? കർത്താവ് എപ്പോൾ വരും? ഇതൊക്കെ സത്യമാണോ? ഒന്നുമേ ചിന്തിക്കാതെ ഈ ലോകത്തിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കഴിയുന്ന അനേകരെ കാണുവാൻ കഴിയുന്നു. സഹോദരങ്ങളെ, ഒരു കാര്യം വിളിച്ചു പറയട്ടെ, എന്റെ കർത്താവിന്റെ നാൾ വന്നു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കൈവിടപ്പെട്ടു പോകരുതേ, തള്ളപ്പെട്ടു പോകരുതേ എന്ന ആത്മാവിൽ നിങ്ങളെ ഞാൻ ഹല്ലേലൂയ ഉണർത്തുകയാണ്. ദൈവജനമേ, പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ആയിരിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലരുടെയും ആത്മീക ജീവിതം തണുത്തു തുടങ്ങി. പലരും ആത്മീക രംഗത്ത് പുറകിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ താങ്കളുടെ ട്രാക്കിലൂടെ പോവുക. പ്രൈസ് ദി ലോർഡ്. അത് എങ്ങനെ വേണേലും പോകാം ദൈവമക്കളെ. ഹല്ലേലൂയ. ஆனால் ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ കൈവിടപ്പെട്ടു പോകരുത്, തള്ളപ്പെട്ടു പോകരുതേ എന്ന് ഞാൻ ഉറപ്പിക്കുകയാണ്. സ്നേഹിത, ലോകമാകുന്ന കപ്പൽ ഇതാ മുങ്ങുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ലോകമാകുന്ന കപ്പൽ മുങ്ങുവാൻ പോകുന്നു. എത്ര പേർക്ക് ഹല്ലേലൂയ കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രത്യാശയുണ്ട്? എത്ര പേർ പ്രത്യാശയുടെ മുഖത്തായിരിക്കുന്നു? ഓ, എന്റെ അരുമനാഥന്റെ വരവിങ്കൽ ഞാൻ എടുത്തുകൊള്ളപ്പെടുക തന്നെ ചെയ്യണം. എനിക്ക് വിശുദ്ധിയോട് ജീവിക്കണം, വേർപാടോട് കൂടി ജീവിക്കണമെന്ന് എത്ര പേർക്ക് ഇന്ന് ഈ വൈകിയവേളയിൽ സമർപ്പണമുണ്ട്? കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളെ ഒന്ന് സമർപ്പിക്കുവാൻ കഴിയുമോ? സഹോദരങ്ങളെ, നമുക്കൊരു പഴയ ഒരു ഗാനത്തിന്റെ 1-2 ലൈൻ മാത്രം പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ലോകമാകുന്ന കപ്പൽ ഇതാ പ്രിയപ്പെട്ടവരെ മുങ്ങുവാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു പഴയ പാട്ടിന്റെ ചില ലൈനുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ലോകമാകും കപ്പലിത താഴുവാൻ തുടങ്ങുന്നു. ലോകമായ കപ്പലിത താഴുവാൻ തുടങ്ങുന്നു. ഉറങ്ങുന്ന സോദരരെ നിദ്ര വിട്ടുണരുവിൻ. ഉറങ്ങുന്ന സോദരരെ നിദ്ര വിട്ടുണരുവിൻ. ഞാനും എനിക്കുള്ളതല്ല യേശുവിനോ സ്വന്തമേ. ഞാനും എനിക്കുള്ളതല്ല യേശുവിനോ സ്വന്തമേ. അവൻ എന്നെ നടത്തുന്നു, എനിക്കൊന്നിനും മുട്ടില്ല. അവൻ എന്നെ നടത്തുന്നു, എനിക്കൊന്നിനും മുട്ടില്ല. കപ്പലിലുറങ്ങിടുന്ന യോനായെ പോലുള്ളോരേ, കപ്പലിലുറങ്ങിടുന്ന യോനായെ പോലുള്ളോരേ, എത്ര നാളുറങ്ങിടുമോ കർത്താവിപ്പോൾ വന്നിടും. എത്ര നാളുറങ്ങിടുമോ
തുടങ്ങിടുമോ? കർത്താവിപ്പോൾ വന്നിടും. കൃപയുടെ വാതിലിത പൂട്ടുവാൻ തുടങ്ങുന്നു. കൃപയുടെ വാതിലിത പൂട്ടുവാൻ തുടങ്ങുന്നേ. സോദരരെ ഓടി വന്ന നിങ്ങൾക്കും പ്രവേശിക്കാം. സോദരരെ ഓടി വന്ന നിങ്ങൾക്കും പ്രവേശിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. പ്രൈസ് ദി ലോർഡ്. ആകയാൽ നാളും നാഴികയും അറിയായികയാൽ ഉണർന്നിരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തതായിട്ട് പ്രിയപ്പെട്ടവരെ, ഒരു പോയിന്റ് കൂടെ നമുക്ക് ചിന്തിക്കാമല്ലോ. ഹല്ലേലൂയ. ഈ 5 പേരുടെ പരാജയത്തിന്റെ അടുത്ത കാരണം എന്താണെന്നറിയാമോ? മനുഷ്യരുടെ മുൻപിൽ കൈനീട്ടി എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യരുടെ മുൻപിൽ കൈനീട്ടി. മത്തായി 25-ന്റെ 8-ാമത്തെ വാക്യം നമുക്കവിടെ വായിക്കാം. ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീൻ എന്ന് പറഞ്ഞു. നോക്കണം ദൈവജനമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മണവാളൻ വന്നപ്പോൾ, ഹല്ലേലൂയ, മണവാളൻ വരുന്നു എന്നുള്ള ശബ്ദം കേട്ടപ്പോൾ പ്രിയരെ എന്താ സംഭവിച്ചെന്നറിയാമോ? ഈ 5 കന്യകമാർ, ബുദ്ധിയുള്ള അല്ലെങ്കിൽ വിളക്കിൽ എണ്ണയുള്ള 5 കന്യകമാരോട് പോയി കടം ചോദിക്കുക, ഞങ്ങൾക്കും അല്പം എണ്ണ കടം തരണമേ എന്ന്. എന്നാൽ അവർ ബുദ്ധിയുള്ളവർ എന്താ പറഞ്ഞെന്നറിയാമോ? ഞങ്ങൾ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്കും ഞങ്ങൾക്കും പോരായ്മ വരും. അതുകൊണ്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി നിങ്ങൾ എണ്ണ ശേഖരിക്കുവിൻ എന്ന് പറഞ്ഞ് അവർ മണവാളനോട് കൂടെ കടന്നു പോകുന്നു. നോക്കണം ദൈവജനമേ, പ്രിയരെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ബുദ്ധിയുള്ളവരുടെ വിളക്ക് തെളിയിച്ചു, ബുദ്ധിയില്ലാത്തവർ എണ്ണയ്ക്ക് വേണ്ടി അലയുകയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സമയം എന്ത് സംഭവിച്ചു? മണവാളൻ വന്നു. ഹല്ലേലൂയ. ബുദ്ധിയുള്ള 5 കന്യകമാർ മണവാളനോട് കൂടെ അവർ സദ്യയിൽ അല്ലെങ്കിൽ വിരുന്നിൽ, ഹല്ലേലൂയ, അവർ മണവാളനോട് കൂടെ കടന്നു പോകുന്നു. മറ്റ് 5 പേരോ അവർ കൈവിടപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ അവരവിടെയും ഇവിടെയുമായി അലയുന്ന ഒരു സാഹചര്യം കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ. ഒരുങ്ങിയിരുന്നവർ കല്യാണ സദ്യയിൽ കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ഒരുങ്ങാത്തവരോ കൈവിടപ്പെട്ടു പോകുന്നു. കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബാക്കി 5 പേർ, ഹല്ലേലൂയ, ദൈവജനമേ, ഇപ്പോഴാണ് മണവാളൻ വന്നതിന് ശേഷമാണ് എണ്ണയ്ക്ക് വേണ്ടി അവർ അവിടെയും ഇവിടെയുമായി അലഞ്ഞു തിരിയുന്നത്. ഹല്ലേലൂയ. പ്രിയ സ്നേഹിതരെ, ഈ വൈകിയ വേളയിൽ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നിങ്ങളോട് ഞാൻ വ്യക്തമായി പറയട്ടെ. ഇതാണ് നല്ല അവസരം. എന്റെ കർത്താവിനെ അറിയുവാൻ, എന്റെ യേശു കർത്താവിനെ രുചിച്ചു നോക്കുവാൻ, എന്റെ കർത്താതി കർത്താവ് രാജാതി രാജാവുമായിരിക്കുന്ന യേശുവിനെ, പ്രൈസ് ദി ലോർഡ്, യേശു മസിഹ വരാൻ പോകുന്നുവല്ലോ. കർത്താവിനെ വരവേൽക്കുവാൻ, കർത്താവിനെ എതിരേൽക്കുവാൻ, അല്ലെങ്കിൽ കർത്താവിനെ സ്വന്തം രക്ഷകനായി ഏറ്റുകൊള്ളുവാനുള്ള നല്ല അവസരമാണിത്. പാഴാക്കി കളയരുതേ സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഞാനൊരു വ്യക്തതയോടുകൂടി ഒരു കാര്യം വിളിച്ചു പറയട്ടെ. ലോകം ഇതുവരെയിലും കണ്ടിട്ടില്ലാത്ത ഒരു മഹാസംഭവം ആഗതമാകുവാൻ പോകുന്നു. എന്റെ യേശുവിന്റെ വരവാണത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവർക്കും അവിടേക്ക് പ്രവേശനം ഇല്ല എന്റെ സഹോദരങ്ങളെ. എല്ലാവർക്കും കർത്താവിനോട് കൂടെ കർത്താവിന്റെ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുകയില്ല എന്നത് വളരെ വ്യക്തതയോടുകൂടി വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഈ 5 പേർ അവർ മണവാളനെ കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. അവർ പ്രതീക്ഷയോടുകൂടി ആയിരുന്ന ആ പന്തിയിൽ അല്ലെങ്കിൽ ആ കല്യാണ സദ്യക്ക് അവർക്ക് കടന്നു പോകുവാനായിട്ട് കഴിഞ്ഞില്ല എന്നതാണ് നമുക്ക് ചിന്തിക്കുവാനുള്ളത്. ആ സ്ഥലത്ത് അവർക്ക് പ്രവേശിക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, കഴിഞ്ഞില്ല. പ്രിയരെ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഒരു രാജ്യം ഒരുക്കിക്കൊണ്ടിരിക്കുക, ഒരു സ്ഥലത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്കും എനിക്കും ഇരിക്കുവാൻ വേണ്ടി, എന്റെ അരുമനാഥനോട് കൂടി ഇരിക്കുവാൻ എന്റെ കർത്താവ് ഒരു രാജ്യത്തെ ഒരുക്കുന്നു. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ കാണുന്നത്, യോഹന്നാൻ ദർശിക്കുന്നത് ഒരു പട്ടണം. ഓ പ്രൈസ് ദി ലോർഡ്. ഒരു പട്ടണം ഇറങ്ങി വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഇരിക്കുവാൻ വേണ്ടിയാ, നമുക്ക് കർത്താവിനോട് കൂടെ വസിക്കുവാൻ വേണ്ടി കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പട്ടണമാണത്. ആ രാജ്യത്തിലേക്കാണ് നമുക്ക് പ്രവേശിക്കേണ്ടുന്നത്, ആ സ്ഥലത്തേക്കാ പോകേണ്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഇങ്ങനെ ഈ ജീവിക്കുന്നത് പോലെ തന്നെ ജീവിച്ചാൽ, ഹല്ലേലൂയ, മണവാളനോട് കൂടെ കടന്നു പോകാൻ
കാണുവാൻ കഴിയുമോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, വിശുദ്ധിയും വേർപാടോടുകൂടി ജീവിച്ചെങ്കിൽ മാത്രമേ കർത്താവിന്റെ വരവിങ്കൽ എടുത്തുകൊള്ളപ്പെടുവാൻ കഴിയുകയുള്ളൂ എന്നത് വളരെ വ്യക്തതയോടുകൂടി ഞാൻ വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഇരിക്കുന്ന ആ രാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ കണ്ണീരില്ലാത്ത, കഷ്ടങ്ങളില്ലാത്ത, ശാപമില്ലാത്ത, മുറവിളിയില്ലാത്ത, ദുഃഖമില്ലാത്ത, ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മരണമില്ലാത്തൊരു രാജ്യം അല്ലെങ്കിൽ ഒരു നാട് എന്റെ കർത്താവ് ഒരു പട്ടണത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, ലോക സംഭവങ്ങളൊക്കെയും കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയരേ, ഹല്ലേലൂയ, കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാൻ നമുക്ക്, ഉണരാൻ നമുക്ക്, വിശുദ്ധിയോടുകൂടി ജീവിക്കാമെന്ന ഹല്ലേലൂയ ഇന്ന് ഈ വൈകിയവേളയിൽ ഞാൻ നിങ്ങളെ ഉറപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ജാതി ജാതിയോട് എതിർക്കുന്നു, രാഷ്ട്രം രാഷ്ട്രത്തോട് എതിർക്കുന്നു, യുദ്ധവും യുദ്ധശ്രുതികളെ കുറിച്ച് നിങ്ങൾ കേൾക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ എവിടെയായി ഉണ്ടാകുന്നു. ഹല്ലേലൂയ. ഇതൊക്കെയും കർത്താവിന്റെ വരവിനെ കുറിക്കുന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത് ഈറ്റ് നോവിന്റെ ആരംഭം എന്നാണ് വചനത്തിൽ പറയുന്നത്. എന്നാൽ ദൈവജനം എന്താണ് ഇങ്ങനെയുള്ള വാക്യം നമ്മുടെ ഇങ്ങനെയുള്ള ലോക സംഭവങ്ങൾ കേൾക്കുമ്പോൾ ഒരു പടി കൂടെ എന്റെ അരുമനാഥനോട് കൂടെ അടുത്ത് നിങ്ങൾ കടന്നു ചെല്ലണം. കർത്താവേ, ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നുവല്ലോ എന്ന് ഓർത്ത് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, ഇപ്പോൾ നമുക്കറിയാം, ഇന്നൊക്കെ രാവിലെ സമയം മുതൽ നിങ്ങൾ ന്യൂസുകളും മറ്റും കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഉക്രൈൻ ഇപ്പോൾ റഷ്യ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ചരിത്രം നിങ്ങളൊക്കെ കണ്ടുവല്ലോ. ന്യൂസിലൊക്കെ നിങ്ങൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രിയരെ, റഷ്യയും അമേരിക്കയും യുദ്ധമുണ്ടാകുവാനുള്ള സാധ്യത നമുക്കറിയാം. ഏകദേശം 1,00,000-ൽ പരം സൈനികരെ റഷ്യ അവരുടെ ബോർഡറിൽ നിർത്തിയിരിക്കുകയാണ്. പ്രിയരെ, ഒരു 3ാം ലോകമഹായുദ്ധം നടക്കുവാനുള്ള വലിയ സാധ്യതകൾ മുൻപിലുണ്ട് എന്നത് ദൈവജനം അറിഞ്ഞുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ രാജ്യങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രങ്ങൾക്ക് വേണ്ടി, പ്രൈസ് ദി ലോർഡ്, നാം പ്രാർത്ഥിക്കുവാൻ ഒരുക്കമുള്ളവരായി മാറണമേ എന്ന് നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയരെ, ആകയാൽ ഉറങ്ങുന്ന വിശ്വാസികളായി തീരരുത്. ഉറങ്ങിപ്പോയാൽ എന്റെ അരുമനാഥന്റെ വരവിങ്കൽ നിങ്ങൾ കൈവിടപ്പെട്ടു പോകും നിശ്ചയമാ. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു റെക്കമെൻഡേഷനോ ഒന്നും ഇല്ല. അല്ലെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോകണമേ എന്ന് പറയുവാൻ അവിടെ റെക്കമെൻഡേഷൻസ് ഒന്നും ഇല്ല. പ്രിയരെ, ആകയാൽ നാം എന്താണ് ചെയ്യേണ്ടത്? ഉണർന്നിരുന്ന മണവാളനെ വരവേൽക്കുന്നവരായി തീരാം. ഏത് നേരവും മണവാളന്റെ വരവാസന്നമാണ്. ഏത് നേരവും മണവാളൻ കഥകൾ തട്ടും. പ്രിയരെ, നാം ഉണർന്നിരിക്കുന്നവർക്ക് മാത്രമേ ആ ശബ്ദം കേൾക്കുവാൻ കഴിയുകയുള്ളൂ. ഉറങ്ങിപ്പോയാൽ മന്ദീഭവിച്ച അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം വചനത്തിന്റെ മുൻപിൽ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, കർത്താവിന്റെ വരവിനായി ഒരുങ്ങണമേ എന്ന് നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ലോകം ഇതുവരെയിൽ കണ്ടിട്ടില്ലാത്ത ഒരു മഹാസംഭവം ആഗതമാകുവാൻ പോകുന്നു. എന്റെ യേശുവിന്റെ വരവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് യേശുവിന്റെ കാഹളത്തിങ്കൽ ഞാനും ആ കാഹളത്തിന്റെ ധ്വനി എനിക്ക് കേൾക്കുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവജനം ചേർന്ന് രാമൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉണരുക സഭയെ, ഉണരുക. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ വിളക്കിൽ എണ്ണ ഒഴിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ഇത് അന്ത്യകാലം എന്നറിയുക ദൈവജനമേ. പ്രൈസ് ദി ലോർഡ്. നാം എന്താണ് ചെയ്യേണ്ടത് അറിയാമോ? നാം ഓരോരുത്തരും എടുത്തിരിക്കുന്ന വിളക്കിൽ എണ്ണയുണ്ടോ എന്ന് ഏത് നിമിഷവും നാം അത് ചെക്ക് ചെയ്യണം ദൈവജനമേ. അല്ലാതെ നാം ആദ്യ നൂറ്റാണ്ടുകളിൽ പ്രാപിച്ച ആ അഭിഷേകത്തിന്റെ ശക്തിയും കൊണ്ട് ഇപ്പോഴും ഇരിക്കരുതേ. അന്ന് നമ്മൾ കഴിഞ്ഞ കൊല്ലം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം പറഞ്ഞ സാക്ഷ്യം കൊണ്ടിരിക്കരുതേ. കഴിഞ്ഞ വർഷം പറഞ്ഞ പ്രബോധനം പ്രസംഗം കൊണ്ടിരിക്കരുതേ. ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും പുതുക്കം പ്രാപിച്ചവരായി, ഓ പ്രൈസ് ദി ലോർഡ്, ഒരുങ്ങി കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതലായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഉണരുക സഭയെ, ദേശമേ, ഉണരുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ വിളക്കിൽ എണ്ണ ഒഴിച്ചുകൊണ്ട്, ആമേൻ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവാകുന്ന എണ്ണ ഒഴിച്ച്, പ്രൈസ് ദി ലോർഡ്, നാം നിറമുള്ളവരായി ഏത് നിമിഷവും എന്റെ കർത്താവ് വന്നാൽ ഇപ്പോൾ ഞാൻ കർത്താവിനോട് കൂടെ പോകുമെന്നുള്ള ഒരു ഏറിയ വിശ്വാസമുള്ള ദൈവ പൈതലായി നാം തീരണമേ എന്ന് ഞാൻ ഉറപ്പിക്കുകയാണ്. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനമേ, എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്.
ബുദ്ധിയില്ലാത്ത ഉറങ്ങുന്ന വിശ്വാസികളായി തീരരുതേ. ആമേൻ, ഹല്ലേലൂയ. ഞങ്ങളൊക്കെ ക്രിസ്ത്യാനികളാ, വർഷങ്ങളായി ഞങ്ങൾ പാരമ്പര്യമുള്ള ക്രിസ്ത്യാനികളാ എന്ന് പറയുന്ന അനേകരെ കാണുവാൻ കഴിയുന്നു. നോ ചാൻസ്. എന്റെ കർത്താവിന്റെ ആ കാഹളം കേൾക്കുവാൻ നിനക്ക് കഴിയാതെ പോകും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കർത്താവിന്റെ വരവെങ്കിൽ ഒരു സീനിയോറിറ്റിയും ഇല്ല എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. നോ റെക്കമെൻഡേഷൻ. എന്റെ കർത്താവിന്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടണമോ? നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ നാം നെടുമ്പാട് വേണ്ടി നാളുകളായി പ്രാർത്ഥിക്കുവാൻ, കർത്താവിന്റെ സന്നിധിയിൽ താടിരിക്കുവാൻ ദൈവജനം ഒരുങ്ങണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആകയാൽ നാം ചിന്തിച്ച വേദഭാഗത്തേക്കൊന്ന് മടങ്ങി വരാം. പ്രിയ ദൈവജനമേ, ഇവിടെ ആ 5 കന്യകമാർ, പ്രൈസ് ദി ലോർഡ്, അവർ തിരികെ വന്നു. എന്നെ എവിടെയൊക്കെയോ പോയി കരുതി വന്ന് അവർ കഥകിൽ മുട്ടുമ്പോൾ ഹല്ലേലൂയ എന്റെ കർത്താവ്, അല്ലെങ്കിൽ അവിടെ ഹല്ലേലൂയ മണവാളൻ എന്ത് മറുപടിയാ പറഞ്ഞെന്നറിയാമോ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. സ്നേഹിത, ഇന്ന് പൽക്കാലം കേട്ട വചനത്തിന് മുൻപിൽ താഴ്ത്തി സമർപ്പിക്കുവാൻ കഴിയുമോ? എന്റെ കർത്താവ് ഹല്ലേലൂയ കടേശി നിമിഷം, അവസാന നിമിഷം കർത്താവ് പറയും. എന്ത് പറയുന്നറിയാമോ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, അങ്ങനെ ഒരു വാക്ക് കേൾക്കുവാൻ വേണ്ടിയാണോ നിങ്ങളും ഞാനും ഈ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടിയാണോ രാത്രിയുടെ യാമങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുന്നത്? അതിനുവേണ്ടിയാണോ സുവിശേഷമായി കടന്നു പോകുന്നത്? അല്ല, നിശ്ചയമായി അല്ല. എന്റെ കർത്താവിനോട് കൂടെ എടുത്തുകൊള്ളപ്പെടുവാൻ എന്റെ അരുമനാഥൻ വരവെങ്കിൽ, ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കർത്താവിന്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടുക എന്നത് മാത്രമാ ആ കർത്താവിനോട് കൂടെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തില്, ഓ പ്രൈസ് ദി ലോർഡ് ദൈവജനമേ, ആ ഹല്ലേലൂയ, ആ മനോഹരമേറിയ ആ രാജ്യത്ത് പ്രവേശിക്കുവാൻ വേണ്ടിയാ നിങ്ങളും ഞാനും ഒരുങ്ങേണ്ടത്. ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനമേ, നാം ആ 5 കന്യകമാർ പരാജയപ്പെട്ടതുപോലെ നമ്മുടെ ആത്മീക ജീവിതത്തില് ബുദ്ധിയില്ലാത്തൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. രണ്ടാമതായിട്ട്, നമ്മുടെ ആത്മീക ജീവിതത്തില് എണ്ണയെടുക്കുവാൻ നാം മറന്നു പോകരുത്. ദൈവജനമേ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ശക്തി നമ്മിൽ ഉണ്ടായിരിക്കണം. ഏത് നിമിഷം ഒരു ദൈവ പൈതൽ നിറഞ്ഞ് കവിയുന്ന ഒരവസ്ഥയിലായിരിക്കണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായിട്ട് ദൈവജനമേ, അവർ മയക്കം പിടിച്ച് ഉറങ്ങി. നോക്കണം, മണവാളന് വേണ്ടി കാത്തിരുന്നു. അവസാനം മണവാളൻ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഉറങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. മണവാളൻ വന്നപ്പോൾ ഉറങ്ങിപ്പോയി. ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, നീ മന്ദിഭവിച്ച അവസ്ഥയിലാണോ? നീ മയങ്ങിപ്പോയോ? ഉറക്കത്തിലാണോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരുങ്ങണമേ, ഉണരണമേ. വിശുദ്ധിയോട് വേർപാടോട് കൂടി ജീവിക്കുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ നാം ശോഭിക്കുന്ന ഒരു വിളക്കായി മാറണം. പ്രൈസ് ദി ലോർഡ്. അടുത്തായിട്ട് കർത്താവിൽ പ്രിയരെ, നാം ചിന്തിച്ചത് ഹല്ലേലൂയ, അവർ മനുഷ്യരുടെ മുൻപിൽ കൈ നീട്ടി. നോക്കണം, ഹല്ലേലൂയ, എണ്ണയ്ക്ക് വേണ്ടി കൈ നീട്ടുന്നു. ഇപ്പോൾ ഇതാ സുപ്രസാദ കാലം. പ്രിയ ദൈവജനമേ, പരിശുദ്ധാത്മാവിന്റെ ഒരു ആദ്യന്ത വ്യാപാര ശക്തി നമ്മിലേക്ക് ഉണ്ടാകേണ്ടതിന് വേണ്ടി നാം എന്ത് ചെയ്യണം? എണ്ണയ്ക്ക് വേണ്ടി എണ്ണ കരുതിക്കൊള്ളണം. എണ്ണയ്ക്ക് വേണ്ടി അവിടെയും ഇവിടെയുമായി അലഞ്ഞു തിരിയുന്ന ഒരു ദൈവ പൈതലായി മാറരുത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നാം അവിടെയും ഇവിടെയുമായി അലഞ്ഞു തിരിഞ്ഞാൽ, പ്രിയ സ്നേഹിത സഹോദരി, കൈവിടപ്പെട്ടു പോകും നിശ്ചയമായും. ആകയാൽ എന്റെ അരുമനാഥന്റെ വരവ് സമീപമായി നിൽക്കുന്നു. ആ വരവിനായി കാത്തിരിക്കുക, വരവിനായി കാത്തിരിക്കുക. ഓരോ വ്യക്തി ജീവിതവും ഈ നാളുകളായി പ്രൈസ് ദി ലോർഡ് കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്നവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ, ദൈവമക്കളെ, ഹല്ലേലൂയ, ഇന്നേക്ക് അനേകർക്കും യേശുവിന്റെ വരവിനെ കുറിച്ച് നല്ല ഒരു ഗ്രാഹ്യം ഇല്ലാതെയായിരിക്കുന്നു എന്നത് നാം അറിഞ്ഞുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഹല്ലേലൂയ, ഇനിയും ഒരു പക്ഷേ ഇതുപോലെ നല്ല പ്രസംഗങ്ങളൊക്കെ കേൾക്കുവാൻ സാധിക്കാതെ പോയാൽ, ആകയാൽ ഇന്ന് കേട്ട ഈ വചനത്തിന് മുൻപിൽ പ്രൈസ് ദി ലോർഡ് ദൈവജനം ആദ്യമായി ആരെങ്കിലും യേശുവിന്റെ വരവിനെ കുറിച്ച് കേൾക്കുന്നു എങ്കിൽ നിശ്ചയമായും പ്രിയ ദൈവജനമേ, നിങ്ങൾ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കണമേ. ഹല്ലേലൂയ, താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായി കർത്താവ് നിങ്ങളോട് ഇടപെടുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി കാണുവാൻ ഇടയാകും എന്നത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആ നിത്യ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നാം ഓരോരുത്തരും ഒരുങ്ങേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള
എല്ലാ കുറവുകള്, കുറ്റങ്ങള്, ബലഹീനതകള്, മന്ദീഭവിച്ച അവസ്ഥകൾ എല്ലാം ഇന്ന് പകൽക്കാലം കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് താഴ്ത്തി ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുത്ത് നിങ്ങൾ പ്രാർത്ഥിച്ച ഒരു പുതുക്കം പ്രാപിച്ച അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആത്മീക ജീവിതത്തിൽ ഉള്ള എല്ലാ മന്ദതകളും എല്ലാ മന്ദീഭവിച്ച അവസ്ഥകൾക്കും ഒരു മാറ്റം സംഭവിക്കട്ടെ. ഇന്ന് പകൽക്കാലം വചനം കേട്ട ദൈവജനമേ, കർത്താവിന് വേണ്ടി ഒരുങ്ങണമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആകയാൽ കർത്താവിൽ പ്രിയന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. നാം ബുദ്ധിയില്ലാത്ത ഉറങ്ങുന്ന വിശ്വാസികളെ പോലെ ആകരുത്. നാം എല്ലാവരും ബുദ്ധി ഉള്ളവരായി ആ 5 കന്യകാമാരെ പോലെ നാം ആയിത്തീരണമേ എന്ന് നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുകയാണ്. ദൈവമക്കളെ, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പാ ഹല്ലേലൂയ, ഞങ്ങൾ കേട്ട വചനത്തിന് മുൻപിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു പിതാവേ. ഹല്ലേലൂയ, അങ്ങ് ഞങ്ങളോട് ഇത്രയും സമയം വചനത്തിലൂടെ സംസാരിച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ, ലോക സംഭവങ്ങളൊക്കെയും അങ്ങയുടെ വരവിനെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നു. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ, ഏത് നിമിഷവും അങ്ങയുടെ വരവിനായി കാത്തിരിക്കുന്നവരായി തീരുവാൻ, വിശുദ്ധിയോട് വേർപാടോടുകൂടി ജീവിക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടവർക്കായി സ്തോത്രം, വചനം കേൾക്കുവാനുള്ളവർക്കായി സ്തോത്രം. അവിടുത്തെ തങ്കച്ചോറിയാൽ ഞങ്ങളെല്ലാവരെയും അങ്ങ് കഴുകി മുദ്രയിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മകളാൽ നിറച്ചാട്ട കർത്താവ്, സകലത് ഞങ്ങൾക്കായി ജീവന് വേണ്ടി ഞാനും രക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനമേ, ക്രിസ്തുവിന്റെ 2ാം വരവ് എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ടോപ്പിക് ഏതാണ്ട് 10ാം തീയതിയോടുകൂടി ഞങ്ങൾ ക്ലോസ് ചെയ്യും. അതിനുശേഷമായിട്ട് നമ്മുടെ ഗ്രൂപ്പില്, നമ്മുടെ പേജിൽ വേറെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് ഞങ്ങൾ കടന്നു വരും. അപ്പോൾ നിങ്ങൾ ഇതുവരെയും കേട്ട വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ദൈവമക്കളെ, ഓരോ ദിവസങ്ങളിലും ആത്മീക ശുശ്രൂഷകൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസിദാസന്മാരിലൂടെ നമുക്ക് കേട്ടുവരികയായിരുന്നല്ലോ. ഇനിയും ചില ദിവസങ്ങൾ കൂടെ കർത്താവിന്റെ വരവിനെ കുറിച്ച് തന്നെ നമുക്ക് കേൾക്കാം. തുടർന്ന് 10ാം തീയതിക്ക് ശേഷമായിട്ട് ഞങ്ങൾ ഇതിനെ ടോപ്പിക്ക് മാറ്റും. അപ്പോൾ പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നിങ്ങൾക്ക് വചനങ്ങൾ എന്നും ഈ മായമില്ലാത്ത പാൽ, ഈ വചനം നിങ്ങൾക്ക് ലഭിക്കും. ഈ മന്ന നിങ്ങൾ ഭക്ഷിക്കുവാൻ വേണ്ടി എന്ന് കൃത്യം ഈ 5 മണിക്ക് റോസ് ഫാമിലിയുടെ FB പേജിൽ നിങ്ങൾ വരണമേ എന്ന് നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവജനം ഒരു ദിവസം പോലും മുടക്കമില്ലാതെ ദൈവദാസിദാസന്മാർ വചനം ശുശ്രൂഷിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളുക. കർത്താവ് നമ്മുടെ ശുശ്രൂഷയെ മാനിക്കട്ടെ. പ്രിയ ദൈവജനമേ, ഒരു കാര്യം കൂടി നിങ്ങളോട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. റോസ് ഫാമിലിക്ക് ഒരു ഗ്രൂപ്പുമുണ്ട്. അതുപോലെ തന്നെ റോസ് ഫാമിലിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നതും ഞങ്ങൾ ഈ സമയം അറിയിക്കുകയാണ്. ദൈവജനം, നിങ്ങൾ പ്രാർത്ഥനയെ ഞങ്ങളെ ഓർക്കുക. ഞങ്ങളുടെ ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിച്ച് മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുക ദൈവജനമേ. അതുപോലെ തന്നെ 8-9 വർഷമായിട്ട് നടന്നു വരുന്ന ഒരു വാട്സപ്പ് ഓൺലൈൻ പ്രെയർ ഗ്രൂപ്പ് ഉണ്ട്. ദൈവമക്കളെ, ഇന്ത്യക്ക് പുറത്തുനിന്നും അകത്തുനിന്നും ഒക്കെ ആയിട്ട് എനി ടൈം പ്രാർത്ഥന വിഷയങ്ങൾ വരുന്ന പ്രാർത്ഥന ഗ്രൂപ്പാണ് ദൈവജനമേ. ആ പ്രാർത്ഥന ഗ്രൂപ്പിൽ, അതായത് നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയങ്ങളുള്ളവർ സ്ക്രീനിൽ വരുന്ന പ്രാർത്ഥന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് ആ വിഷയങ്ങളുമായിട്ട് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം. ആ വിഷയങ്ങൾക്ക് വേണ്ടി എനി ടൈം പ്രാർത്ഥിക്കുന്ന ദൈവദാസിദാസന്മാർ ഞങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ ഉണ്ട് എന്നത് ഞാൻ ഈ സമയം അറിയിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല ആത്മനിറവുള്ള അഡ്മിന്മാരാണ് നമ്മുടെ ഈ റോസ് ഫാമിലിക്ക് ഉള്ളത് എന്നും ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. ദൈവജനം, പ്രാർത്ഥനയിൽ ഞങ്ങളെയും താങ്ങുക. ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന പ്രിയരെ, ഹല്ലേലൂയ, ബുദ്ധിയില്ലാത്ത ഉറങ്ങുന്ന വിശ്വാസികളെ പോലെയല്ല, പിന്നെയോ ബുദ്ധിയുള്ള ഹല്ലേലൂയ ആ മണവാളനോടുകൂടെ പോയ അല്ലെങ്കിൽ ആ 5 കന്യകമാരെ പോലെ നാം ഓരോരുത്തരും ആയിത്തീരുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചും കൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ ഇവിടെ വിരാമം കുറിക്കുന്നു. ദൈവമായി കർത്താവ് സകലരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.